പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം തുറക്കപ്പെട്ടു. സങ്കീർത്തന പുസ്തകം 145 അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. എന്നാൽ സകല ദുഷ്ടരെയും അവിടുന്ന് നശിപ്പിക്കും. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നല്ലവനാണ്. സർവ നന്മയുടെയും ഉറവിടം ദൈവമാണ്. എല്ലാ മനുഷ്യരിലും കാണുന്ന നന്മകൾ ദൈവിക നന്മയുടെ പ്രതിഫലനമാണ്. ഒരു നന്മ ചെയ്തതിന്റെ പേരിൽ ആരും അഹങ്കരിക്കേണ്ടതില്ല. കാരണം മനുഷ്യരിൽ കാണുന്ന നന്മ ദൈവിക നന്മയുടെ പ്രതിഫലനമാണ്. അതുകൊണ്ട് നന്മസ്വരൂപനായ ദൈവത്തെ പ്രകീർത്തിക്കുകയാണ് എല്ലാ മനുഷ്യരുടെയും കർത്തവ്യം. ദൈവ നന്മയുടെ രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് തന്നിൽ അഭയം പ്രാപിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു, രക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കണം എന്നതാണ്. തന്നിൽ ആശ്രയിക്കുന്നവരിലും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരിലും കർത്താവ് പ്രസാദിക്കുന്നു. തിരുവചനം പറയുന്നു, കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. നിലം പറ്റിയവരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണ്. നമുക്ക് ജീവനും ജീവശ്വാസവും തന്ന് നമ്മെ വഴി നടത്തുന്ന ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. നമ്മുടെ തലമുടി ഇഴകൾ പോലും അവിടുന്ന് എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു. വചനം പറയുന്നു, നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ അടുക്കൽ ചെല്ലാം. അവിടുന്ന് നമ്മോട് കരുണ കാണിക്കും. സ്വർഗസ്വനായ ദൈവത്തിന് നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, വേഗം വരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. എൻ്റെ നാവിൽ അങ്ങയുടെ നാമം മാത്രം ഉയരട്ടെ. എൻ്റെ ചെവികളിൽ അങ്ങയുടെ സ്വരം കേൾക്കുവാൻ എനിക്കിടയാകട്ടെ. കർത്താവേ, വേഗം വരയണമേ. നാവിൽ എന്നീശോതൻ നാമം, ജീസസ്. കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. ജീസസ്. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം. കർത്താവേ, നീ എൻ്റെ അരികിൽ വന്ന് എൻ്റെ ഉള്ളത്തിൽ ഒന്ന് തൊടയണമേ. ഞാൻ നിന്റെ മകനല്ല കർത്താവേ. ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോട് ചേർക്കണമേ. ഞാൻ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ ജീവനെ പരിപാലിക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നീ എൻ അരികിൽ വന്നു ഉള്ളം തരളിതമായി, തിരുമൊഴി കേട്ടു നീ എൻ പൈതലല്ല,
മറക്കില്ലേ. യേശുവേ ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം. കർത്താവേ, ഈ ലോകവും ഈ ലോകത്തിലെ ആശകളും എന്നെ നയിക്കുമ്പോൾ കർത്താവേ, എന്നും നിൻ ഹിതമറിഞ്ഞ് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഞാൻ തളരുമ്പോൾ എൻ്റെ വഴി അങ്ങ് അറിയുന്നു. എൻ്റെ ആവലാദികൾ അങ്ങേ തിരുമുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ ആശ്രയിക്കുന്നത് അങ്ങിലാണ്. എന്നെ സഹായിക്കണമേ. മഹിയും മഹിതാശകളും എന്നെ പുൽകിടുമ്പോ എന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ. യേശുവേ, ഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം. യേശുവേ, നാവിൽ വരണം. എന്നീശോതൻ നാമം, ജീസസ്. കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. ജീസസ്. ഇന്നേ ദിവസം കർത്താവിൻ്റെ കാരുണ്യവും സ്നേഹവും നമ്മിലും നമ്മുടെ കുടുംബങ്ങളുമേലും ഉണ്ടായിരിക്കട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.